സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായതിനു ശേഷം പോലീസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ അല്ല, നേരത്തെ പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്ന 10 വർഷക്കാലത്തെ പോലീസ് സംവിധാനം കൃത്യമായ രാഷ്ട്രീയം നോക്കി മാത്രമാണ് ഇടപെട്ടത്. കോൺഗ്രസുകാരനെയും BJP-കാരനെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന പോലീസായിരുന്നുള്ളത്. നീതിയില്ല, ന്യായമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഗർഭിണിയുടെ മുഖത്തടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, പരാതിയുമായി സ്റ്റേഷനിലെത്തിയ യുവതിയെ ടെറസിന് മുകളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്ത DYSP, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കേരള പോലീസിൽ ഉണ്ടായിരുന്നു. ലഹരി മാഫിയയുടെ തോഴനായ പോലീസ് ഉദ്യോഗസ്ഥൻ, നിരോധിത സംഘടനകൾക്ക് രഹസ്യ വിവരം ചോർത്തിക്കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ, മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ മുഴുവൻ പഴയകാല SFI നേതാക്കന്മാര് അല്ലെങ്കിൽ DYFIയുടെ നേതാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാരായിരുന്നു പിന്നീട് ജോലി കിട്ടിയ ആളുകളൊക്കെ. എനിക്കറിയുന്ന SFI നേതാക്കന്മാരൊക്കെ, അതായത് KSU-കാരനെയും ABVP-കാരനെയും ഒക്കെ ക്യാമ്പസിനകത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ ഒരുത്തൻ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിൽ, ഞാനവിടെ ഡിഗ്രി പഠിക്കുന്ന ആ കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിൽ ഒരു ദളിത് പെൺകുട്ടി ABVP-യിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഈ പെൺകുട്ടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് പോകും. ഇതിന് നേതൃത്വം കൊടുക്കുന്ന SFIയുടെ പാർട്ടി ക്യാമ്പസിനകത്ത് SFI അല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഇടത്ത് ഈ പെൺകുട്ടി ABVP-കാരി ആയതിന്റെ പേരിൽ ഇവൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളൊക്കെ എഴുന്നേറ്റ് പോവുക. ഇത് അവിടെയുള്ള പെൺകുട്ടികളൊന്നും താല്പര്യത്തോടെയുള്ള SFI-കാരുടെ ഭീഷണിയെ തുടർന്ന് എഴുന്നേറ്റ് പോകുന്ന, അന്ന് ആ ക്യാമ്പസിനകത്ത് SFIയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ആ ക്യാമ്പസിനകത്ത് യൂണിയൻ ചെയർമാൻ ആകുകയൊക്കെ ചെയ്ത ആള് ഇന്ന് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ട്. ആ ആളൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിലോ പോലീസിലിരുന്നാൽ ഒരിക്കലും നീതിയുക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന എനിക്ക് 100% ഉറപ്പാണ്. ഇത്തരത്തിൽ ഭരണം മാറിയിട്ടും സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരെ മാറ്റിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ 2 സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ടാകുക. ഒന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും, ഒന്ന് സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും. ഇപ്പോഴും സർക്കാർ സംവിധാനം അറിയുന്നതിന് മുമ്പ് ഇടതുപക്ഷ നേതാക്കന്മാർ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അറിയുന്നുണ്ട് എന്നാണ് തിരുവനന്തപുരത്തെ സംഭവവും യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമത്തിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ഉന്നത ഉദ്യോഗസ്ഥർ, നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ആയിരക്കണക്കായ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടില്ല. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിനോട് താല്പര്യമുള്ള ആളുകളെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കാറുള്ള. സർക്കാരിന് താല്പര്യമുള്ള, അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് അനുകൂലികളായ ആളുകളെ, CPM ഭരിക്കുമ്പോൾ ഇടതുപക്ഷ CPM അനുകൂലികളായ ആളുകളെ എന്ന് പച്ചയിൽ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി പുതിയ സർക്കാർ അധികാരമേറ്റ 1 മാസം തികയാൻ പോവുകയാണ്. 1 മാസമായിട്ടില്ല, 20 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇവരെ മാറ്റിയിട്ടില്ല എന്നത് ഗൗരവപൂർണമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസിന്റെ ഒരു പോലീസ് നയമുണ്ട്, അത് CPM നയമാണ് ഇപ്പോഴും സ്റ്റേഷനിൽ നടപ്പാക്കുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരുന്ന സമയത്ത് നമുക്കൊക്കെ വളരെ പ്രതീക്ഷയും വളരെയധികം ഈ പോലീസിന്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം വളരെ നിർണായകമായിട്ടുള്ള, വളരെ ജനങ്ങൾക്ക്, സൊസൈറ്റിക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ പോലീസ് സേനയിൽ നടപ്പിലാക്കുകയും ചില തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഏറ്റവും ആത്യന്തികമായി വേണ്ടത്, ഒരു സർക്കാർ മാറുന്ന സമയത്ത് ആ സർക്കാർ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായി ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്, ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അവരുടെ ഈ പറയുന്ന പോലീസ് സംവിധാനം ആകെ അവരുടെ ആളുകളാണ്. അവർ എല്ലാ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം തന്നെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥരെയാണ്, അവരുടെ ആളുകളെയാണ്, അവരാണ് കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഉടച്ചു വാർക്കൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും സർക്കാർ മാറുന്ന സമയത്ത് തന്നെ എല്ലാ ഗവൺമെന്റുകളും ഈ ഉടച്ചു വാർക്കൽ നടത്തുന്നതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ മാറി പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം ആദ്യമായി ചെയ്തത് എന്താണെന്നറിയോ? ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൽ അഴിച്ചുപണി നടത്തുക എന്നുള്ളതാണ്. അത് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഇവർ പറയുന്ന പോലെ ഉടച്ചു വാർത്തു. CPM-മായി ബന്ധപ്പെട്ട ആളുകളെ നിയമിച്ചു. ഇത് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് അതിന് പണി കിട്ടുക എവിടെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. കാരണം തിരുവനന്തപുരത്ത് ഇത്ര വലിയൊരു പ്രശ്നം നടക്കാൻ പോകുന്നുണ്ട് എന്നും CPM അതിനെ കോപ്പ് കൂട്ടുന്നുണ്ട് എന്നും CPM ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊന്നും അറിയാത്ത ആളുകളല്ല പോലീസുകാർ. അവിടെ ഡ്യൂട്ടി കിട്ട പോലീസുകാരിൽ പലരും CPM-ന്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. ഈ പറയുന്ന മുട്ട ബിനു, അതായത് മുട്ട എറിഞ്ഞ IP ബിനു എന്ന് പറയുന്ന ആ ഒരു CPM-ന്റെ ലോക്കൽ സെക്രട്ടറി മുട്ട എറിയാൻ പോകുമ്പോൾ അവന്റെ തൊട്ടടുത്ത് നിന്ന പോലീസുകാരൻ എന്താണ്
പിടിക്കണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എറിയാണെങ്കിൽ എറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്ത് കാര്യം കൊണ്ടാ ഈ പറയുന്ന IP വിനോദ് കാണുന്നേ ഇവന്റെ ഈ പറയുന്ന പിന്നെ എന്താണ് ശമ്പളത്തെക്കാൾ വലിയ എന്താ പറയുക, രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുമല്ലോ, അതാണ് അവർക്ക് ഈ പാർട്ടി നേതാക്കന്മാരുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടുള്ള ഭക്തി, അതിനേക്കാൾ വലിയ ഭക്തി IP വിനുവിനെ പോലുള്ള ലോക്കൽ നേതാക്കന്മാരോട് കാണിക്കുന്ന അവരാണ് തിരുവനന്തപുരം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഭരണത്തിന്റെ പേടി അങ്ങ് ഒരു സുപ്രഭാതം കൊണ്ട് മാറില്ലല്ലോ പോലീസുകാർക്ക്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഏറ്റവും വലിയ ചുമതല എന്താണ്? ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എന്താണ് കാര്യങ്ങൾ, എങ്ങനെ നീങ്ങുന്നു, ആരൊക്കെയാണ് ഇടപെടുന്നത്, എന്ത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, ഇതൊക്കെ കൃത്യമായി സർക്കാരിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കും എത്തിക്കുക എന്നുള്ളതാണല്ലോ. അതിനനുസരിച്ചാണല്ലോ അവരുടെ നയം തീരുമാനിക്കുന്നത്, അവിടെ എന്തൊക്കെ ഇടപെടൽ നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നതിന് വലിയ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗവൺമെന്റിനെ കുറ്റം പറയാനുള്ള വലിയ അവസരം ഉണ്ടാവും. ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ വളരെ കൃത്യമായ വിമർശനം അന്ന് ഉയർന്നിരുന്നു. അന്ന് പാർട്ടി ഓഫീസിൽ കയറുന്ന കാര്യമായാലും അതുപോലെ തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമ്പോൾ പോലീസ് നോക്കി നിന്നു എന്നുള്ള കാര്യമായാലും ഇതൊന്നും മേലുദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ആദ്യം തന്നെ മനസ്സിലാക്കിയത് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ മാറിയ സമയത്ത് തന്നെ ആഭ്യന്തര വകുപ്പിൽ അഴിച്ചുപണി നടത്തുമെന്ന് പറഞ്ഞതിനെ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇപ്പൊ തൽക്കാലം അഴിച്ചുപണി വേണ്ട, അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന നിലയിലാണ് അവർ എടുത്തത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഉടനെ തന്നെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതമായി എല്ലാ ഉദ്യോഗസ്ഥരെയും കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ഒരു പേര് ദോഷം ആദ്യം തന്നെ വേണ്ട എന്ന് കരുതിയിട്ടാവണം ഒരു പതുക്കെ എല്ലാം ചെയ്യാം എന്നുള്ള മെന്റാലിറ്റിയിലേക്ക് അവരെത്തിയത്. പക്ഷെ അത് അപകടകരമാണ് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചുകളിൽ ഏകദേശം സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചുകളിൽ മുഴുവനായിട്ടും CPM അനുകൂലമായിട്ടുള്ള ആളുകളെയാണ് തിരികെ കയറ്റിയിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു കാര്യവും സർക്കാരിലേക്ക് കൃത്യമായി എത്തില്ല. അത് സംസ്ഥാന സർക്കാർ അറിയുന്നതിന് മുമ്പ് ആരറിയുന്നുണ്ട്? നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ LDF-കാരും അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കന്മാരും അറിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാ 300ഓളം ആളുകളെ പ്രതി ചേർത്തിട്ട് ഇതുവരെ 10-30 ആളുകളെ മാത്രം പിടിക്കാൻ കഴിഞ്ഞത്? 100-200 ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ലോക്കൽ നേതാവ്, ആ ലോക്കൽ നേതാവ് പോലീസ് ഒളിവിലാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം പാർട്ടി ഓഫീസിൽ നിന്ന് കയറി വരുന്ന റീലും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റീലിട്ടത്. അങ്ങനെ റീലിട്ട് കളിക്കുന്നതിനിടയിലാണ് ആറ്റുകാൽ ഉണ്ണിയെ പോലീസ് പോക്കുന്നത്. ആ റീൽ ഇടുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസ് എവിടേക്ക് പോകുന്നു, പോലീസ് എങ്ങനെയാണ് വരുന്നത്, പോലീസ് ആരെയാണ് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ പാർട്ടിക്ക് വിവരം കിട്ടുന്നുണ്ട്. ആ വിവരം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇത്തരം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ ചുമതലയിൽ നിന്നും ഇത്തരം തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്ക്, അതായത് സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന, സർക്കാരിന് കൃത്യമായി നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളുകളെ അവിടെ നിയമിച്ചിട്ടില്ല എങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ട് ആർക്ക് നേരിടേണ്ടി വരും? ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന സർക്കാരിനും നേരിടേണ്ടി വരും. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. EDക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതിനുശേഷം ഒരു വാർത്ത വന്നിരുന്നു, അതായത് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റിവെച്ച അഴിച്ചുപണി ഉടനെ തന്നെ പൂർത്തിയാക്കുമെന്നും എല്ലാ മേഖലകളിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും കാര്യമായ സ്ഥാനചലനങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. വന്നപാട് സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് IAS തലപ്പത്ത് കൃത്യമായ അഴിച്ചുപണി നടന്നിട്ടുണ്ട്. അത് പക്ഷേ റവന്യൂ വകുപ്പിന്റെ കീഴിൽ കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റവന്യൂ വകുപ്പും കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ പറയുന്ന IAS തലപ്പത്ത് കൃത്യമായ അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ IPS തലപ്പത്തും അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ വളരെ വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടന്നിട്ടില്ല എങ്കിൽ, ഉദാഹരണത്തിന് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ്, അതുപോലെ തന്നെ പോലീസ് ആസ്ഥാനത്തെ പല ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ഇപ്പോഴും CPM കാലത്തെ ആളുകളാണ് എന്നുള്ള രീതിയിലുള്ള പല വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആ വിമർശനങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ നടപടിയെടുത്ത് പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ, പോലീസിന് കൃത്യമായി പ്രവർത്തിക്കാൻ ഈ പറയുന്ന മറ്റു പൊളിറ്റിക്കൽ പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഇപ്പം ഷൗക്കത്ത് അലിയെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊന്നും ഇവിടെ പ്രശ്നമില്ല. ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ CPM ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് ചെയ്തത് അർദ്ധരാത്രി. അന്ന് ഈ ആഫീസിൽ കയറിയാൽ ഞങ്ങൾ ജീവൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ആളുകളെ കണ്ടില്ല. കാരണം അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. ആ IPS ഓഫീസറെ കണ്ടുപഠിക്കേണ്ടതാണ്.
മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചൈത്ര തെരേസ ജോണിനെ പോലുള്ള നല്ല എത്രയോ ആർജവമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോലീസ് സേനയിലുണ്ട്. അത്തരക്കാരെ കൃത്യമായി ഈ പറയുന്ന ക്രമസമാധാന പാലന രംഗത്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോലീസിനെ ഉണ്ടാക്കി തീർക്കുവാൻ, പോലീസിനെ ഉടച്ചു വാർക്കുവാൻ, ഇത്തരത്തിലുള്ള CPM-ന്റെ അടിമപ്പണിയെടുക്കുന്ന പോലീസുകാരെ മാറ്റി നിർത്തുവാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. തീർച്ചയായും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ക്രിയാത്മകമായി പോലീസ് സേനയെ ഉടച്ചു വാർക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആദ്യഘട്ടത്തിൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലമാറ്റമൊക്കെ പറയും, സർക്കാർ അധികാരത്തിലേറെ പിറ്റേന്ന് നടപടിയെടുത്താൽ ഘട്ടം ഘട്ടമായി എല്ലാവരെയും മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസ് സേനയ്ക്കകത്ത് സമഗ്രമായ അഴിച്ചുപടി ഉറപ്പാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായിട്ടും.